CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാൻ ഉടുമ്പൻചോലയിൽ MM മണിയെ മാറ്റിയത് തിരിച്ചടിയായി. ദേവികുളത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായതായും വിലയിരുത്തൽ. CPIയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും ഉണർന്നു പ്രവർത്തിച്ചില്ലെന്നും വിമർശനം. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പിന്തുണച്ച് ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗം. 2 പതിറ്റാണ്ടുകൾക്കിടെ ഇടുക്കിയിൽ ഇടതുപക്ഷം നേരിട്ട ഏറ്റവും വലിയ പരാജയമാണ് ഇത്തവണയുണ്ടായത്. ഒരു സീറ്റിൽ പോലും വിജയിക്കാനാകാതെ ഇടുക്കിയിലെ LDF സംപൂജ്യർ. പരാജയത്തിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വത്തിലേക്ക് നീട്ടുകയാണ് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി. ഉടുമ്പൻചോലയിൽ ജില്ലാ നേതൃത്വം പിന്തുണച്ച മുൻമന്ത്രി MM മണിയെ തഴഞ്ഞ് സംസ്ഥാന സമിതി അംഗം KK ജയചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ തിരിച്ചടിയായെന്നാണ് വിമർശനം. ജനങ്ങളിൽ ഇത് ആശയക്കുഴപ്പമുണ്ടാക്കി. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും അത് പ്രതിഫലിച്ചു. SIRഉം തോൽവിക്ക് ഘടകമായെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. മറ്റു ജില്ലകളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദനും രൂക്ഷ വിമർശനമെങ്കിൽ ഇടുക്കിയിൽ ഒരു വിഭാഗം ഇരുവർക്കും പിന്തുണ നൽകി. തോൽവിയുടെ ഉത്തരവാദിത്തം അവരിൽ മാത്രം വെച്ചുകെട്ടാനാകില്ലെന്ന് നെടുങ്കണ്ടം ഉടുമ്പൻചോല ഏരിയ കമ്മിറ്റികൾ വാദിച്ചു. ജില്ലാ നേതൃത്വത്തിനും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി നേതാക്കൾ വിമർശനമുന്നയിച്ചു. ദേവികുളത്തെ രാജയുടെ പരാജയം അപ്രതീക്ഷിതമെന്ന് വിലയിരുത്തിയ ജില്ലാ കമ്മിറ്റി S രാജേന്ദ്രന്റെ കടന്നുവരവിലൂടെ വോട്ട് ചോർച്ചയുണ്ടായെന്ന് തുറന്ന് സമ്മതിക്കുന്നു. CPIക്കും മറ്റ് ഘടകകക്ഷികൾക്കുമെതിരെ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു. പീരുമേട്ടിലെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം CPI നേതാക്കൾ തന്നെയെന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. CPIയും ഘടകകക്ഷികളും പീരുമേട്ടിൽ ഉണർന്നു പ്രവർത്തിച്ചില്ല. എതിർ സ്ഥാനാർത്ഥികളുടെ കുറവുകളും കഴിവുകളും ജനങ്ങളിലുള്ള സ്വാധീനവും വിലയിരുത്താൻ LDFനായില്ല. ഇത് തോൽവിയുടെ ആക്കം കൂട്ടി. വിലയിരുത്തലുകളും വിമർശനങ്ങളും മുൻനിർത്തി പരാജയ കാരണം പഠിക്കാനാണ് CPM നീക്കം. നഷ്ടപ്പെട്ട ജനകീയ പിന്തുണ വീണ്ടെടുക്കാൻ ഇടുക്കിയിൽ LDFും CPMഉം നന്നേ വിയർക്കേണ്ടി വരുമെന്നത് ഉറപ്പ്. ജനം, ഇടുക്കി.